ഫെർമി ലെവൽ. ഫെർമി ലെവൽ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അനാലിസിസ് പോലത്തെ ഒരു ഡെറിവേഷനാണ്. അതായത് നമ്മളിപ്പം ഓരോ കേസസ്, ഒരു 3 കേസസ് ഉണ്ട്, കേസ് 1, കേസ് 2, കേസ് 3. അതിൻ്റെ അകത്ത് ഫെർമി ലെവൽ എന്തൊക്കെ ആയിരിക്കും, ഓവറോൾ ഫെർമി ലെവൽ അനാലിസിസ് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. കരിയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് ആദ്യം നോക്കാം. കരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ കരിയർസ് ലൈക്ക് ഇലക്ട്രോൺസ് അഥവാ ഹോൾസ്. എത്രത്തോളം ഇലക്ട്രോൺ ഉണ്ട്, എത്രത്തോളം ഹോൾ ഉണ്ട്, ഇവർക്ക് എത്രത്തോളം മൂവ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഇവർ മൂവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ലെവലിൽ ഇവർ മൂവ് ചെയ്യും, മൂവ് ചെയ്യത്തില്ല, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ഇ എന്ന് എഴുതാം. ഈ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കരിയർ കോൺസെൻട്രേഷനും അതിന്റെ ഫെർമി ലെവലും ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് ആദ്യം ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട് ഫെർമി ലെവലിന്റെ. ഓക്കെ, നമുക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ എഴുതാം. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ KT. ഇതാണ് നമ്മുടെ എഫ് ഓഫ് ഇയുടെ ഇക്വേഷൻ. ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ടേം ചെയ്യാം. കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 8.82 ഇൻറ്റു 10⁻⁻5 ഇലക്ട്രോൺ വോൾട്ട് പെർ കെ ആണ്. ഓക്കെ, ഇതാണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ടി നമുക്കറിയാമല്ലോ, ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇ എഫ് എന്താ? ഇ എഫ് ആണ് നമ്മളുടെ ഫെർമി ലെവൽ. ഇ എഫ് ആണ് ഫെർമി ലെവൽ. എഫ് ഓഫ് ഇ എന്തായിരുന്നു? ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതാണ് എഫ് ഓഫ് ഇ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നൊട്ടേഷൻസും കാര്യങ്ങളെല്ലാം. അതായത് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ KT. അതിൽ കെ എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, വാല്യൂ 8.82 ഇൻറ്റു 10⁻⁻5 ഇലക്ട്രോൺ വോൾട്ട് പെർ കെവിലാണ്. ടി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇ എഫ് എന്ന് പറയുന്നതാണ് നമ്മളെ ഫെർമി ലെവൽ. ഈ ഇൻ്റെയും ഇ എഫിൻ്റെയും വേരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഫെർമി ലെവലിൻ്റെ ഏത് ലെവൽ വരെ പോകും, ഏത് ലെവൽ വരെ പോകില്ല എന്നുള്ളത് ചെയ്യുന്നത്. ഞാൻ വേറൊരു ബേസിക് സംഭവം പറഞ്ഞുതരാം. അതായത് 0 കെൽവിൻ എടുക്കുക, റൂം ടെമ്പറേച്ചർ എടുക്കുക. 0 കെൽവിനിൽ ആണ് ഈ സ്റ്റേറ്റ്. നമ്മളിപ്പോൾ എഴുതിയ ഫംഗ്ഷൻ 0 കെൽവിനിൽ 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ KT എന്നായിരിക്കും. ഒരു കണ്ടക്ഷൻ ബാൻഡും ഒരു വാലൻസ് ബാൻഡും എടുക്കുവാണെങ്കിൽ ആദ്യം നമ്മളൊരു വാലൻസ് ബാൻഡ് എടുക്കുന്നു, ഇവിടെ നമ്മളൊരു കണ്ടക്ഷൻ ബാൻഡ് എടുക്കുന്നു. വാലൻസ് ബാൻഡിൽ ഫുള്ള് ഇലക്ട്രോൺസ് ആണ്. 0 കെൽവിനിൽ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഇത് ആർക്കുള്ളത് ഒരു ഇൻട്രൻസിക് ലെവൽ എന്ന് പറയാം. അത് നമുക്ക് പിന്നീട് പോകാം, അതിലോട്ട് നമുക്ക് ഭാവിയിലോട്ട് പോകാം. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോൺസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോൺസിന് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി വരും. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് പോകും. ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് പോകുമ്പോൾ ആ ഇലക്ട്രോൺ മാത്രം കണ്ടക്ഷൻ ബാൻഡിലെത്തും, ബാക്കി അവിടെ കിടക്കുന്ന എന്തുവാ? ഹോളാണ്. ഇങ്ങനെയാണ് ഒരു എക്സൈറ്റേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. അതായത് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ആവും, ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ആ ഇലക്ട്രോണും പോകും, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. ഓക്കെ, ഇതൊരു ബേസിക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഓരോ കേസസിലോട്ട് പോകാം. ഈ ഇക്വേഷൻ ഇവിടെ കണ്ടല്ലോ, ഈ ഇക്വേഷൻ എഫ് ഓഫ് ഇ ഇക്വേഷൻ നമുക്ക് ഇത് ജസ്റ്റ് ഒരു വർക്ക് ഹോളായിട്ട് നമുക്ക് എടുക്കാം ഈ സൈഡിലുള്ള സ്പേസ്. ഓക്കെ, ഫസ്റ്റ് കേസ് 1 എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇ എഫ്. അതായത് ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആയിരിക്കണം. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇക്വേഷനിൽ എന്തായിരിക്കും? ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആയിരിക്കും. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്ന് പറയുമ്പോൾ അതിലെന്താ സംഭവിക്കുന്നത്? ഇ എപ്പോഴും ഇ എഫിനെ കാട്ടി കൂടുതലാണ്. അപ്പം അതിൻ്റെ ഈ ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്ന സംഭവം, അതായത് ഇ മൈനസ് ഇ എഫ്, ഇതിൽ ഇ കൂടുതലാണ്. ഇതിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കത്തില്ല. കാരണം ഇ മൈനസ് ഇ എഫിൽ ഇ അല്ലേ കൂടുതൽ, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇ റേസ് ടു നമുക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ഓക്കെ, ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ? 0 കെൽവിൻ ആണ്. ഇക്വേഷൻ നോക്കുക, 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ KT. അതിൻ്റെ അകത്ത് ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെയാവും? എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഇവിടെ. ഇ റേസ് ടു ഒരു പോസിറ്റീവ് വാല്യൂ, ഇ റേസ് ടു നമുക്കൊരു എടുക്കാം ഒരു പോസിറ്റീവ്, ജസ്റ്റ് ഒരു പോസിറ്റീവ് വാല്യൂ ഡിവൈഡഡ് ബൈ
ടെമ്പറേച്ചർ 0 ആയിരിക്കും. അപ്പോൾ k ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്തുവാ? 0 തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്തുവാ? ഇൻഫിനിറ്റി. എനിത്തിങ് ഡിവൈഡ്സ് ബൈ 0 ഈസ് ഇൻഫിനിറ്റി. നമുക്ക് അവിടെ എന്ത് കിട്ടും? എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻഫിനിറ്റി തന്നെയാണ്. 1 പ്ലസ് ഇൻഫിനിറ്റി എന്തുവാ? ഇൻഫിനിറ്റി തന്നെയാണ്. ഇക്വേഷൻ എന്താവും? എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 ബൈ ഇൻഫിനിറ്റി എന്നാണ്. 1 ബൈ ഇൻഫിനിറ്റി എന്തുവാണ്? ഈസ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് ഇ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു എന്തുവാ? 0. ഇതാണ് നമ്മളെ ഫസ്റ്റ് കേസിൻ്റെ. നമ്മൾ എന്ത് ചെയ്തു? ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണ്. ഇപ്പോൾ ഇ മൈനസ് ഇ എഫ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു ഇ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ബൈ 0 നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും anything divides by 0 is infinity. So 1 by 1 plus e raised to infinity. F of e is equal to 1 by infinity. F of e is equal to 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ 2-3 ചെറിയ വാല്യൂസ് എടുക്കണം. ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇ റേസ് ടു 0 എന്ന് എനിത്തിങ് റേസ് ടു 0 1 ആയിരിക്കും. അതുപോലെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി കേസ് 2 നോക്കാം. കേസ് 2, ഇനി കേസ് 1 കഴിഞ്ഞു, ഇനി കേസ് 2. കേസ് 2 എന്താണെന്ന് വെച്ചാൽ ഇ എന്ന് പറയുന്നത് ഇ എഫിനെ കാട്ടി ചെറുതായിരിക്കും. നേരത്തെ ഇ എഫിനെ ഇ എന്ന് പറഞ്ഞാൽ ഇ എഫിനെ കാട്ടി വലുതായിരുന്നപ്പോൾ അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എന്തായിരിക്കും? ഇ മൈനസ് ഇ എഫ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ഇ എന്ന് പറ്റും? എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ബൈ ആക്ച്വലി മറ്റേത് പോയ കെ ടെമ്പറേച്ചർ 0 ആയിരിക്കും. അപ്പോൾ കെ ഇവിടെ 0 വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ സെയിം തന്നെ, പക്ഷേ ഈ ചെറുതാണെന്ന് നെഗറ്റീവ് വാല്യൂ ആണെന്നേ ഉള്ളൂ. അപ്പോൾ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി കിട്ടും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്തുവാ? 0 അല്ലേ? ഇ റേസ് മൈനസ് ഇൻഫിനിറ്റി 0. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് 0. അപ്പോൾ 1 ബൈ 1. എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 കിട്ടും. അതായത് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് മീൻസ് ആ ഒരു ഇത് എന്ന് പറയുന്നത് എഫ് ഓഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി കേസ് 3. കേസ് 3-ക്കകത്ത് എന്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് കുറവ് വന്നു, കൂടുതൽ വന്നു. നമുക്കിനി അടുത്ത വരുന്നത് കേസ് 3 എന്നായിരിക്കും. ഇ ഈക്വൽ ടു ഇ എഫ്. ഇയും ഇ എഫും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇയും ഇ എഫ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇ മൈനസ് ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരണേ? 0 എന്നായിരിക്കും പറഞ്ഞത്. രണ്ട് ഈക്വൽ അല്ലേ? ഇ മൈനസ് ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഫുള്ളി 0 അല്ലേ? ഇ റേസ് ടു 0 എന്നാ? 1. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 2. ഇതാണ് നമ്മൾ ഇവിടുത്തെ. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എഫ് ഓഫ് ഇ 0-ലുണ്ട്, എഫ് ഓഫ് ഇ 1, എഫ് ഓഫ് ഇ 1 ബൈ 2. എല്ലാത്തിലും കൂടിയും കുറഞ്ഞും ഈക്വലും ആകുമ്പോൾ റെസ്പെക്റ്റീവ്ലി ഫെർമി ലെവലിലെ കേസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊണ്ടുവരാം? ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0, എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1, എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ബൈ 2. നമുക്ക് ഇതിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. എന്താന്ന് പറഞ്ഞാൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു എനർജി ലെവലാണ്. ആ എനർജി ലെവലിൽ ഇലക്ട്രോണെ കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50% ആണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ നമുക്ക് 1 ബൈ 2 വന്നു. അപ്പം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. എങ്ങനെയാ? ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇതിന്റെ മെയിൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാം. ഓക്കെ, എന്താണ് ഫെർമി ലെവൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാം. വാട്ട് ഈസ് ഫെർമി ലെവൽ എന്ന് ചോദിച്ചാൽ, ഫെർമി ലെവൽ ഈസ് എൻ എനർജി ലെവൽ ഇൻ വിച്ച് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഈസ് 50%. ഓക്കെ, നമുക്ക് എല്ലാം അറിയാലോ. ഇവിടെ കേസ് 1 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇ 0 ആണ്. കേസ് 2 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇ 1 ആണ്. കേസ് 3 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇ 1 ബൈ 2 ആണ്. ഈ ഒരു കേസസ് വെച്ചിട്ട്
നമുക്ക് എന്തുകൊണ്ട് ലൈക്ക് നമുക്ക് ഇവിടെ പോയിന്റ്സ് എടുക്കാനുള്ളത് ഈ കേസ് വണ്ണിന്റെ പോയിന്റ് എടുക്കുക, ഇ മൈനസ് ഇ എഫ് ആണ് എടുക്കുക, നമ്മൾ എഫ് ഓഫ് ഇ കണ്ടുപിടിക്കുക. കേസ് ടു എടുക്കുക, ഇ ലെഫ്റ്റ് ഇ എഫ് ആണ്, അപ്പോൾ ഇ മൈനസ് ഇ എഫ് എടുക്കുക, എഫ് ഓഫ് ഇ കണ്ടുപിടിക്കുക. കേസ് 3 ഈക്വൽ ടു സെയിം എഫ് ഓഫ് ഇ കണ്ടുപിടിക്കുക. ഇത് വെച്ചൊരു ഗ്രാഫ് അനാലിസിസ് വരയ്ക്കാം. y ആക്സിസിൽ എഫ് ഓഫ് ഇ കൊടുക്കുക. ഓക്കെ, എഫ് ഓഫ് ഇ ഇവിടെ നിന്ന് 0 തുടങ്ങുന്നു, ഇവിടെ 1/2 കൊടുക്കുന്നു, ഇവിടെ 1 കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ഈ സംഭവം ഈ എക്സ് ആക്സിസിൽ ഇ കൊടുക്കുക. ഇവിടെ ഒരു ഹാഫ്, അതായത് ഒരു ഹാഫ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. അപ്പോൾ ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് അതിന്റെ പ്രോബിലിറ്റി 50% അഥവാ ഹാഫ് ആയിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ 0 വരാം, ഇതിൽ 1 വരാം, അതുപോലെ 0 വരാം. ഇവിടെ 0 ഉണ്ട്, ഇവിടെ ഇതുണ്ട്, ഇവിടെ 1 വരാം. ഒരു ഹാഫ് പ്രോബിലിറ്റിയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ടെണ്ണം എഴുതാം. ഒന്നാമത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവും, രണ്ടാമത്തത് കുറച്ച് നീളമുള്ള ഒരു, ഒന്നാമത്തത് ഇങ്ങനെ ഒരു കർവും, രണ്ടാമത്തത് ഇങ്ങനെ ഒരു കർവ്. ഓക്കെ, ഈ കർവ് എന്ന് പറയുന്നത് T2, ഈ കർവ് എന്ന് പറയുന്നത് T1. T2 എപ്പോഴും T1-നെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 കെൽവിനിലാണ് നമ്മൾ ഈ 3 ഫെർമി ലെവലും കണ്ടുപിടിച്ചത്. ഓക്കെ, അതായത് ഐഡിയൽ കേസ് അല്ലാണ്ട് ഉള്ള സംഭവമാണ്. ഐഡിയൽ കേസിൽ കറക്റ്റ് ഈ കർവ്സ് ഒന്നും വരത്തില്ല, ജസ്റ്റ് ഈ ഒരു ഇത് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഐഡിയൽ കേസ് പറയുകയാണെങ്കിൽ ഈ സ്ഥലത്തുള്ള എല്ലാ സ്റ്റേറ്റും ഫിൽഡ് ആയിരിക്കും, ഈ ഭാഗത്തുള്ള എല്ലാ സ്റ്റേറ്റും എം ടി ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐഡിയൽ കേസ് അല്ല, അതുകൊണ്ട് കർവ് വരും. കർവിൻ്റെ അകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് വല്ല പ്രോബിലിറ്റി ഒന്നുമില്ല, പക്ഷെ ഈ ഭാഗം ഉണ്ടോ, ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ, അതായത് ടി 0 കെൽവിനായിട്ട് കൂടുന്ന ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിൽ സം പ്രോബിലിറ്റി, എന്താണ് സം പ്രോബിലിറ്റി, എന്തുണ്ട്, ഒരു ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി, കുറച്ച് പ്രോബിലിറ്റി അവിടെ കാണാൻ പറ്റും. ഇതാണ് ഫെർമി ലെവൽ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഫെർമി ലെവൽ എടുത്തുന്നു, അതിൻ്റെ അത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷന്റെ പേരാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. അതായത് എഫ് ഓഫ് ഇയുടെ ഫോർമുല എഴുതുന്നു, 1/1 + e⁻e - eft/kt എഴുതുന്നു. കെ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്, ഇ എഫ് എന്ന് പറയുന്നത് ഫെർമി ലെവലാണ്. നമുക്ക് വേണ്ടത് ഫെർമി ലെവലാണ്. ഓക്കെ, ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഫെർമി ലെവലാണ് കണ്ടുപിടിക്കുന്നത്. കേസ് 1, കേസ് 2, കേസ് 3, ഒന്ന് കൂടുതൽ, ഒന്ന് കുറവ്, ഒന്ന് ഈക്വൽ. ഇ എഫിനെക്കാട്ടി കൂടുതലാകുമ്പോൾ പോസിറ്റീവ് വാല്യൂ വരും, e⁻1/1 + e⁻∞ വരും, എഫ് ഓഫ് ഇ 0 കിട്ടും. ഓക്കെ, എഫ് ഓഫ് ഇ 0 കിട്ടും. അത് കഴിഞ്ഞിട്ട് കേസ് 2 ചെയ്യുമ്പോൾ ഇ എഫിനെക്കാട്ടി കുറവായിരിക്കും, എഫ് ഓഫ് ഇ = 1/1 + e⁻∞ വരും, e⁻∞ എന്ന് പറയുന്നത് 0 ആയിരിക്കും, എഫ് ഓഫ് ഇ 1 ആയിരിക്കും. കേസ് 3 ഇ = ഇ എഫ് വരും, e⁻ EF = 0, എഫ് ഓഫ് ഇ = 1/1 + e⁻0, അതായത് എഫ് ഓഫ് ഇ = 1/2 എന്ന് വരും. ഓക്കെ, ഈ ഒരു രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ് നമ്മൾ നോക്കി, അതുപോലെ അതിൻ്റെ കൂടെ ഫെർമി ലെവൽ നോക്കി. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ എസ് ആയിട്ട് പഠിച്ചു വെക്കുക. ഈ ഡിസ്ട്രിബ്യൂഷന്റെ സംഭവം വരും, ഇതിൽ നിന്ന് പ്രോബ്ലംസ് വരാനും ചാൻസസ് ഉണ്ട്, കാരണം ഈ ഇക്വേഷനിൽ നിന്ന് പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ടായിരിക്കാം. ഫെർമി ലെവൽ എന്താണെന്ന് വെച്ചാൽ അത് നോക്കി കണ്ടുപിടിക്കുക. അതുപോലെ എഫക്റ്റീവ് മാസിന്റെ ഡെറിവേഷൻ, അതിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് എനർജി, അത് നമ്മൾ ഡെറിവ് ചെയ്ത് എടുത്തു വെക്കുക. എല്ലാം ക്ലീൻ ആൻഡ് ഫ്ലാറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇതിൽ ഇത്രയും ഒരു എസ് ആയിട്ട് പഠിച്ചു വെച്ചാൽ പിന്നെ ഇതിൽ അതുപോലെ കാണാപ്പാട് പഠിക്കേണ്ടി വരത്തില്ല. ഈ ഫെർമി ലെവൽ തന്നെ നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിൽ എടുക്കാവുന്നതാണ്. എല്ലാ ഫ്യൂച്ചർ സബ്ജക്ട്സിലും ഫെർമി ലെവൽ വരുന്നുണ്ട്. ഓക്കെ.